കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഒടുവിൽ റായ്ബറേലിയിൽ മത്സരിക്കാൻ തന്നെ തീരുമാനിച്ചു. പത്രികാ സമർപ്പണവും നടന്നു. ഇതോടെ ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്നും ഒളിച്ചോടിയെന്നും BJP-യോടാണ് ഏറ്റുമുട്ടേണ്ടതെന്നുമുള്ള നിർദ്ദേശങ്ങളോടും ആരോപണങ്ങളോടും രാഹുൽ പ്രതികരണം നടത്തിയിരുന്നു. രാഹുൽ റായ്ബറേലിയിലോ അമേഠിയിലോ മത്സരിക്കുമെന്ന് നേരത്തെ തന്നെ കോൺഗ്രസിൽ ചർച്ചകളുണ്ടായിരുന്നു. എന്നാൽ സർപ്രൈസായി ഇക്കാര്യം ഇന്ന് രാവിലെ വളരെ നാടകീയമായാണ് അവതരിപ്പിച്ചതെന്നു മാത്രം. ലേറ്റായാലും ലേറ്റസ്റ്റ് ആയി വരുവേൻ. വയനാട്ടിലെ സിറ്റിംഗ് MP ആണ് രാഹുൽ ഗാന്ധി. വീണ്ടും വയനാട്ടിൽ മത്സരിക്കാൻ എത്തിയേക്കില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നുവെങ്കിലും അഭ്യൂഹങ്ങൾക്ക് വിരാമം വിട്ടുകൊണ്ടാണ് രാഹുൽ കേരളത്തിൽ പറന്നിറങ്ങിയത്. സ്വന്തം മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി വരുന്നത് പോലും മാധ്യമങ്ങളിൽ വലിയ വാർത്തയായിരുന്നല്ലോ. അങ്ങനെ രാഹുൽ വയനാട്ടിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിനും എത്രയോ ദിവസം മുമ്പ് തന്നെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ CPI-യുടെ ദേശീയ നേതാവായ ആനി രാജ വയനാട്ടിൽ കളം നിറഞ്ഞിരുന്നു. ഇന്ത്യ മുന്നണിയുടെ ആത്മാവായി മാറിയിരുന്ന CPI-യുടെ ദേശീയ സെക്രട്ടറി D രാജയുടെ ധർമ്മപത്നി കൂടിയായ ആനി രാജയ്ക്കെതിരെ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ എത്തിയേക്കില്ലെന്നായിരുന്നു CPI-യുടെ കണക്കുകൂട്ടലുകൾ. ഇന്ത്യ മുന്നണിയിലെ അംഗങ്ങൾ തമ്മിൽ പരമാവധി ഏറ്റുമുട്ടേണ്ടതില്ലെന്നായിരുന്നു ദേശീയ തലത്തിലുണ്ടായിരുന്ന ധാരണ. എന്നാൽ സിറ്റിംഗ് MP-മാർ മത്സരിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിച്ചതോടെ കേരളത്തിൽ മത്സരിച്ച് ജയിച്ച എല്ലാ സീറ്റിലും സിറ്റിംഗ് MP-മാർ വീണ്ടും മത്സരിക്കാനായി ഇറങ്ങി. അപ്പോഴും ഒരു സംശയം ബാക്കിയായിരുന്നു. രാഹുൽ ഗാന്ധി വരുമോ അതോ വയനാടിനെ ഉപേക്ഷിച്ച് പോകുമോ എന്ന്. കേരളത്തിലെ മറ്റ് UDF സ്ഥാനാർത്ഥികൾക്ക് ആവേശം പകരാനായി മാത്രമാണ് രാഹുൽ വീണ്ടും വയനാട്ടിൽ മത്സരിക്കാൻ എത്തിയതെന്നാണ് ദോഷേതിരക്കുകൾ ഇപ്പോൾ പടച്ചുവിടുന്ന ആരോപണം. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് കഴിയും വരെ എന്റെ ഹൃദയത്തിൽ നിന്നും വയനാട് എന്നൊക്കെ പറയണമെന്ന് കോൺഗ്രസ് നേതാക്കളും രാഹുൽജിയെ ഉപദേശിച്ചിരുന്നുവത്രേ. കോൺഗ്രസ് അധ്യക്ഷയായിരുന്ന സോണിയാഗാന്ധി നൂറ്റാണ്ടുകാലം സ്വന്തം തട്ടകമായി സൂക്ഷിച്ചിരുന്ന മണ്ഡലമായിരുന്നല്ലോ റായ്ബറേലി. ഇത്തവണ റായ്ബറേലിയിൽ മത്സരിക്കാൻ സോണിയാഗാന്ധിയില്ല. സോണിയ കളം മാറ്റി ചവിട്ടിയിരിക്കുകയാണ്. രാജ്യസഭാംഗമായി സോണിയ റായ്ബറേലിയോട് വിട പറഞ്ഞപ്പോൾ അവർക്കൊറ്റാഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, തന്റെ പകരക്കാരനായി രാഹുൽ മത്സരിക്കണമെന്ന്. എന്നാൽ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചതോ രാഹുൽ അമേഠിയിലും പ്രിയങ്ക റായ്ബറേലിയിലും മത്സരിച്ചേക്കുമെന്ന്. കോൺഗ്രസ് നേതൃത്വവും ഇക്കാര്യം വ്യക്തമാക്കിയില്ല. മത്സരിക്കുന്നത് രാഹുലിനും പ്രിയങ്കയ്ക്കുമായി വിട്ടിരിക്കുന്നുവെന്നാണ് BJP പറയുന്ന കുടുംബാധിപത്യം. വയനാട്ടിൽ മത്സരിക്കാനില്ലെന്ന് നേരത്തെ പറഞ്ഞ് റായ്ബറേലിയിൽ ക്യാമ്പ് ചെയ്ത BJP-ക്കെതിരെ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ തയ്യാറായില്ല എന്നതാണ് ഒരു ദേശീയ നേതാവായ രാഹുൽ ഗാന്ധിയുടെ പോരായ്മയായി കാണേണ്ടത്. രാഷ്ട്രീയത്തിൽ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഉണ്ടല്ലോ. രാഹുൽ തന്ത്രമാണ് പയറ്റുന്നതെന്ന് ഒറ്റനോട്ടത്തിൽ തോന്നിയേക്കാം. എന്നാൽ രാഹുലിന്റേത് കുതന്ത്രമാണെന്ന് പിന്നീട് വ്യക്തമാകും. ഹിന്ദി ഹൃദയഭൂമിയിലാണ് ഇന്ത്യ മുന്നണിയും BJP-യും തമ്മിലുള്ള പോരാട്ടം ഏറ്റവും ശക്തവും നിർണായകവും. ഇത് രാഹുലിനും അറിയാം. എന്നിട്ട് എന്തുകൊണ്ട് രാഹുൽ വയനാട്ടിലേക്ക് വിമാനം പിടിച്ചു വീണ്ടും വന്നു എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് KC വേണുഗോപാൽ എന്ന AICC ജനറൽ സെക്രട്ടറിയാണ്. രാഹുൽ ഗാന്ധി തന്നെ മത്സരിക്കണമെന്ന് നിർബന്ധമില്ലാത്ത മണ്ഡലമാണ് വയനാട്. കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥിക്ക് അത്യാവശ്യം വിജയിച്ചു കയറാവുന്ന രാഷ്ട്രീയ സാഹചര്യമൊക്കെയുള്ള മണ്ഡലമാണ് വയനാട് എന്നത് എല്ലാവർക്കും വ്യക്തമാണ്. എന്നിട്ടും രാഹുലിനെ വയനാട്ടിലേക്ക് വീണ്ടും എത്തിച്ചത് സംഘടനാ ചുമതലയുള്ള കേസ് തന്നെയാണ്. റായ്ബറേലിയുമായി കോൺഗ്രസിനുള്ളത് പതിറ്റാണ്ടുകളുടെ ആത്മബന്ധമാണെന്ന് എല്ലാവർക്കും അറിയാം. രാഹുലിന്റെ മുത്തച്ഛനായ ഫിറോസ് ഗാന്ധിയുടെ മണ്ഡലമായിരുന്നല്ലോ റായ്ബറേലി. അത്രയേറെ പൈതൃകമൊന്നും വയനാടുമായി ഇല്ലല്ലോ. ഇത് കേവലം ഒരു ഗണപതി വട്ടമല്ലേ? അമേഠിയിൽ നിന്നും ഒരിക്കൽ തോറ്റു എന്നതുകൊണ്ട് അങ്ങോട്ടേക്ക് പോവില്ലെന്ന ശക്തമായ നിലപാടാണ് രാഹുലിനുള്ളത്. തോൽവിയും വിജയവും ജനാധിപത്യത്തിൽ സംഭവിക്കുന്നതാണെന്ന ബോധം പോലും രാഹുലിന് ഇല്ലാത്തതാണോ അമേഠി പേടിയുടെ കാരണമെന്നും സംശയമുണ്ട്. രാഹുൽ പാർട്ടി നിർദ്ദേശം അംഗീകരിക്കുകയായിരുന്നുവെന്ന് KC ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. പ്രിയപ്പെട്ട KC, തങ്ങൾ ആ മനുഷ്യനെ ഇങ്ങനെ ഇല്ലാതാക്കരുതെന്ന് ഒരു അപേക്ഷയുണ്ട്. രാഹുൽ വയനാട്ടിൽ വിജയിക്കുമെന്നും എന്നാൽ ഭൂരിപക്ഷം കുറയുമെന്നുമൊക്കെയാണ് എതിരാളിയായിരുന്ന ആനി രാജയുടെ പാർട്ടി വിലയിരുത്തിയിരുന്നത്. റായ്ബറേലിയിൽ മത്സരിച്ച് വിജയിച്ചാൽ പിന്നെ എന്ത് വയനാട്, എന്ത് ഭൂരിപക്ഷം എന്ന നിലയിലാണ് രാഹുൽ.
റായ്ബറേലിയിൽ മത്സരിക്കുന്നതിന് മുമ്പ് വയനാടിന്റെ കാര്യത്തിൽ ഒരു ധാരണ ഉണ്ടാക്കിയെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. രാഹുൽ രണ്ടിടത്തും വിജയിച്ചാൽ ഏത് സീറ്റാവും നിലനിർത്തുക എന്ന ചോദ്യത്തിന് കേരളത്തിലെ കോൺഗ്രസും ലീഗുകാരും പറയും അത് വയനാട് എന്നായിരിക്കും. എന്നാൽ രാഹുൽ ഗാന്ധി എന്ന ദേശീയ നേതാവിനറിയാം അത് റായ്ബറേലിയിലാണ് നിലനിർത്തേണ്ടതെന്നും. മറിച്ചായാൽ കുഴപ്പമാണെന്നും കഴിഞ്ഞ തവണ യു.പിയിൽ കോൺഗ്രസിന് ലഭിച്ച ഏക സീറ്റാണ് റായ്ബറേലി എന്ന കാര്യവും രാഹുലിന് വ്യക്തമാണല്ലോ. റായ്ബറേലി കൂടി നഷ്ടപ്പെട്ടാൽ പിന്നെ യു.പിയിൽ കോൺഗ്രസിന്റെ പൊടി പോലും കണ്ടുപിടിക്കാനാവാത്ത വിധം തകർച്ചയെ നേരിടേണ്ടി വരും. അതിനാൽ രാഹുൽ റായ്ബറേലിയിൽ വിജയിച്ചാൽ വയനാട് ഉപേക്ഷിക്കുമെന്ന് തന്നെ വേണം കരുതാൻ. ആനി രാജ ഇന്ന് രാഹുലിനോട് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. താങ്കൾ റായ്ബറേലിയിൽ മത്സരിക്കുമെന്ന കാര്യം വയനാട്ടിലെ വോട്ടർമാരോട് പറഞ്ഞിരുന്നോ എന്നാണ്. രാഹുലിന് തിരിച്ചടി കിട്ടാതിരിക്കാനായി സ്വന്തം കൊടിമടക്കി പോക്കറ്റിലിട്ട മുസ്ലിം ലീഗുകാരോട് നിങ്ങൾ ഇക്കാര്യം പറഞ്ഞിരുന്നോ എന്നൊരു ചോദ്യം കൂടി ആവാമായിരുന്നു. രാഹുൽ ഗാന്ധിക്ക് റായ്ബറേലിയിൽ മത്സരിക്കേണ്ടി വരുമെന്ന് അറിയാമായിരുന്നില്ലെന്നും പാർട്ടി തീരുമാനം അംഗീകരിക്കുകയായിരുന്നുവെന്നും തൽക്കാലം തലയൂരാം. പക്ഷേ അതൊന്നും ശരിയല്ലെന്ന് ഉപതെരഞ്ഞെടുപ്പിൽ പറയേണ്ടി വരില്ലേ? രാഹുൽ രാജിവെച്ചാൽ പകരം വയനാട്ടിൽ മത്സരിക്കാനായി പ്രിയങ്ക ഗാന്ധി എത്തുമെന്നാണ് അണിയറയിൽ കേൾക്കുന്നത്. എന്നാൽ പിന്നെ പ്രിയങ്ക മത്സരിച്ചാൽ പോരായിരുന്നോ എന്ന ചോദ്യം വരും. സോറി, 2 സീറ്റുകളിൽ മത്സരിക്കുന്നതും 1 സീറ്റ് ഉപേക്ഷിക്കുന്നതുമൊന്നും ഒരു പുതിയ സംഭവമല്ലെന്ന് ലീഗിന്റെ സമരാധിനായ നേതാവ് ജനാബ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നിട്ട് വേണം നമ്മൾ ആ പച്ചക്കൊടി എന്ന് ആഞ്ഞു വീശാൻ എന്നാണ് ലീഗുകാരുടെ സന്തോഷം.